നമസ്തേ, അഖിലയാണേ. നാളെ കർക്കിടക മാസം ആരംഭമാണ്. അതായത് രാമായണ മാസത്തിന്റെ തുടക്കമാണ്. ഓരോ ഹൈന്ദവ കുടുംബത്തിലും ഭക്തിയുടെയും നന്മയുടെയും ആത്മീയതയുടെയും ഒക്കെ ദീപം തെളിയിക്കേണ്ട കാലം കൂടിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും മഹത്തായ നമ്മുടെ പാരമ്പര്യം നമുക്ക് പകർന്നു കൊടുക്കേണ്ട നാളുകളാണ്. അപ്പോൾ രാമായണത്തിന്റെ വിശുദ്ധി, രാമായണം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥം മാത്രമല്ല, അത് നമ്മെ ജീവിതത്തിന്റെ വഴികാട്ടിയാവുന്ന ഏറ്റവും വലിയ ധർമ്മ പാഠശാലയാണ് രാമായണം എന്ന് പറയുന്നത്. മഹത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുന്ന മഹത്തായ ധർമ്മ പാഠശാല. അപ്പം ഓരോ ഹൈന്ദവ കുടുംബത്തിലും കർക്കിടക മാസാരംഭത്തിൽ തന്നെ വിളക്കുകൾ കത്തിച്ച് നമ്മൾ രാമായണ പാരായണം നിത്യമായിട്ടും ചെല്ലണം. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ പൈതൃകം, നമ്മുടെ മഹത്തായ സംസ്കാരമൊക്കെ ഒരു കുറി വരച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അവരാണ്, ഈ വരുന്ന തലമുറയാണ് നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ടത്. ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് സംസ്കാരമാണല്ലേ. നമ്മുടെ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും രാമായണ പാരായണം ശീലമാക്കണം. അതുപോലെ തന്നെ രാമന്റെ മഹത്തായ ജീവിതചര്യകളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രേഷ്ഠമായ ആ ജീവിതചര്യകളും കർമ്മങ്ങളും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാം. രാമായണത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം എന്താണെന്നറിയാമോ? സുമിത്രാദേവി ലക്ഷ്മണനോട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് അയോധ്യ കാനനവാസത്തിനായിട്ട് പോകാൻ നിൽക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ സുമിത്രാദേവി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ് രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം. രാമാം ദശരഥം വിധി മാം വിധി ജനകാത്മയു അയോധ്യ അടവിൻ വിധി ഗച്ഛാ തഥാ യഥാവിധി എന്ന്. അതായത് രാമനെ, അതായത് അമ്മ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ, അതായത് രാമനെ നീ നിന്റെ പിതാവായ ദശരഥനെ പോലെ കാണുക. ജനകപുത്രിയായ ജാനകി സീതാദേവിയെ എന്തായിട്ട് കാണുക? അമ്മയായ എന്നെ പോലെ നീ കാണുക. അയോധ്യ അടവിൻ വിധി, അതായത് അയോധ്യയെ നീ എന്തായിട്ട് കാണുക? അടവെന്ന് പറഞ്ഞാല് കാനനമാണ്. കാനനത്തെ നീ അയോധ്യയായിട്ട് കാണുക. സന്തോഷമായി പോയി വരൂ മകനേന്ന്. അതായത് സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് സുമിത്രാദേവി ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ ഏറ്റവും മഹത്തായ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം നമ്മൾ ഓരോരുത്തരും ഊറ്റം കൊള്ളണം കേട്ടോ. ഹൈന്ദവ പുത്രരായി നമ്മൾ ജനിച്ചു എന്ന് പറയാൻ നമുക്ക് നമ്മൾ ഊറ്റം കൊള്ളണം, നമ്മൾ അഭിമാനിക്കണം കേട്ടോ. ഒരുപാട് സത്യം പറഞ്ഞ പുണ്യജന്മങ്ങൾക്കാണ് ഹൈന്ദവരായിട്ട് പിറക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയും. കാരണം അത്രയും മഹത്തായ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് കേട്ടോ. ആ സംസ്കാരത്തെ ഏറ്റവും നന്നായിട്ട് തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് മഹത്തരമായ നമ്മുടെ സംസ്കാരം പകർന്നു കൊടുക്കാം. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ വിജയഗാഥകൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ധർമ്മത്തിന് വേണ്ടിയിട്ടും സത്യത്തിന് വേണ്ടിയിട്ടും നിലകൊണ്ട ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കഥകൾ നമുക്ക് പകർന്നു നൽകാം. വരും തലമുറ മികച്ചതായിട്ട് തന്നെ വളരട്ടെ. അപ്പോൾ ശ്രീരാമജയം. നമസ്തേ.